ഇറാനും അമേരിക്കയും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ആ ദിവസത്തിലേക്ക് കാര്യങ്ങൾ അടുക്കുകയാണ്. സമാധാനമെന്നത് ഒരു വിളിപ്പാടകലെയാണോ എന്ന കാര്യത്തിൽ സംശയം ഉയരുന്നുണ്ട്. അമേരിക്കയുടെ പോർമുനയായിട്ടുള്ള F-35C ഉപയോഗിച്ചുകൊണ്ട് ഇറാൻ്റെ ഡ്രോണുകൾക്ക് നേരെയുള്ള ആക്രമണം അതിൻ്റെ ഒരു സൂചന തന്നെയാണ്. വിമാനവാഹിനി കപ്പലിനെ ലക്ഷ്യം വെച്ച് തന്നെയായിരുന്നു ഇറാൻ്റെ ആ നീക്കം. ലക്ഷ്യം എന്തായിരുന്നു എന്നത് ഇപ്പോഴും അമേരിക്കയ്ക്കും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. സമ്പുഷ്ടീകരിച്ചിട്ടുള്ള യുറേനിയം ഒരു കാരണവശാലും അമേരിക്കയ്ക്ക് വിട്ടു നൽകില്ല എന്ന കാര്യത്തിൽ അടിയുറച്ചു നിൽക്കുകയാണ് ഇന്ന് ഇറാൻ. ഇതിന് തൊട്ടുപിറകെ ഹോർമുസ് മുതൽ ഇസ്ഫഹാൻ വരെ അതിശക്തമായ ഒരു പ്രതിരോധ കോട്ട തന്നെയാണ് ഇറാൻ തീർത്തിരിക്കുന്നത്. അറബിക്കടൽ കഴിഞ്ഞ് ചെങ്കടലിലെത്തുന്ന അമേരിക്കയെ കാത്തിരിക്കുന്നത് ഒരു വലിയ വിപത്താണെന്നുള്ള സൂചന കൂടിയാണ് നൽകുന്നത്. വൻ ശക്തികളെ തന്നെ വിറപ്പിക്കുന്ന ഇറാൻ്റെ അദൃശ്യ സൈന്യത്തെ തന്നെ പുറത്തിറക്കിയിരിക്കുന്നു. ഇറാൻ സൈന്യത്തിൻ്റെ കമാൻഡർ ഇൻ ചീഫ് അമീർ ഹത്താമി പറഞ്ഞിരിക്കുന്നതും ആ സൂചന തന്നെയാണ്. അമേരിക്ക ഒരു ആക്രമണം നടത്തിയാൽ കനത്ത തിരിച്ചടി നൽകുമെന്ന മുന്നറിയിപ്പ് തന്നെയാണ് ഇറാൻ മുന്നോട്ട് വച്ചിരിക്കുന്നത്. മധ്യേഷ്യയിൽ പ്രാദേശിക യുദ്ധത്തിന് അമേരിക്ക നീക്കം നടത്തുന്നതിനിടയിൽ ഇറാൻ ശക്തമായി തന്നെ ഇടപെടൽ നടത്തുന്നത് ഒരു വലിയ വെല്ലുവിളിയുടെ ഭാഗമായി തന്നെയാണ്. ഇറാൻ്റെ ചെറുത്തുനിൽപ്പ് തന്നെയാണ് അതിലൂടെ കാണിക്കുന്നത്. ഗൾഫ് മേഖലയിലെ അമേരിക്കൻ സൈനിക താവളങ്ങളെ ഇറാൻ ആക്രമിച്ചേക്കും എന്നാണ് സൂചന ഇട്ടിരിക്കുന്നത്. അത് ആ മേഖലയിലെ എണ്ണ ഉൽപ്പാദനത്തെ പോലും സാരമായി ബാധിക്കുമെന്ന ആശങ്ക ലോകത്താകമാനം നിൽക്കുന്നു. അമേരിക്കൻ സൈനിക സാന്നിധ്യം ഗൾഫ് മേഖലയിലൊക്കെ തന്നെ വർദ്ധിപ്പിച്ച ഈ ഘട്ടത്തിൽ ഇറാനിയൻ സായുധ സേനയുടെ മേധാവിയായ അമീർ ഹത്താമി പറഞ്ഞിരിക്കുന്ന കാര്യം ഒരു മുന്നറിയിപ്പല്ല, അതിനപ്പുറത്തേക്കാണ്. ഇറാന്റെ ആണവ സാങ്കേതിക വിദ്യയെ ആർക്കും തന്നെ ഉന്മൂലനം ചെയ്യാൻ കഴിയില്ല എന്ന പ്രഖ്യാപനം ഇന്നവർ ഉച്ചത്തിൽ ലോകത്തോട് വിളിച്ചു പറയുന്നു. ഇത്രയും കാലം കാട്ടാത്ത ധൈര്യം, ലോകശക്തികൾക്ക് മുന്നിൽ, ലോക പോലീസിന് മുന്നിൽ തലകുനിക്കാത്ത ഒരു ധൈര്യം തന്നെയാണ്, അസാധാരണമായ പ്രകടനം തന്നെയാണ് ഇറാൻ ഇന്ന് കാഴ്ചവെക്കുന്നത്. ഇതെന്തിൻ്റെയോ നാശമാണോ മറ്റൊരു നല്ല നാളേക്കായിട്ടാണോ എന്ന കാര്യത്തിൽ മാത്രമാണ് സംശയം. ഉപരോധങ്ങളെയും ഭീഷണികളെയും ആക്രമണ സാധ്യതകളെയും ഒക്കെ തന്നെ പതിറ്റാണ്ടുകളായി നേരിട്ടുകൊണ്ടിരിക്കുന്നു ഇറാൻ. അറിവിനെയും ശാസ്ത്രത്തെയും ഒക്കെ ആയുധമാക്കിയാണ് ഇറാൻ നിലവിൽ മുന്നോട്ട് കുതിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു വശത്ത് സമാധാനപരമായ കരാർ എന്ന വാക്കുകൾ പറഞ്ഞുകൊണ്ട് മറുവശത്ത് ഗൾഫിലേക്ക് കൂടുതൽ യുദ്ധക്കപ്പലുകളെ അയച്ചുവിടുന്ന ഒരു തുറന്ന ഭീഷണി ഉയർത്തുന്ന ഈ സാഹചര്യത്തിൽ യഥാർത്ഥ ഇരട്ടത്താപ്പ് കാണിക്കുന്നത് അമേരിക്കയല്ലേ എന്നാണ് ഇറാൻ ആവർത്തിച്ച് ചോദിക്കുന്നത്. ആക്രമണം നടത്താൻ ഇറാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. പക്ഷേ തങ്ങളുടെ സുരക്ഷയോ പരമാധികാരത്തെയോ തങ്ങളുടെ നേതാക്കളെയോ അമേരിക്ക വേട്ടയാടി കഴിഞ്ഞാൽ ഇറാനെ വെല്ലുവിളിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിശക്തമായ മറുപടി നൽകാൻ തങ്ങളുടെ രാജ്യം പൂർണ്ണ സൈനിക സജ്ജീകരണത്തിലാണെന്നാണ് ഹത്താമി പറഞ്ഞിരിക്കുന്നത്. ശത്രു ഒരു തെറ്റ് ചെയ്താൽ അത് സ്വന്തം സുരക്ഷയെയും മേഖലയുടെ സുരക്ഷയെയും അപകടത്തിലാക്കുമെന്ന പ്രസ്താവന യുദ്ധക്കാഹളമല്ല, പ്രതിരോധ കോട്ടയാണ് എന്നുള്ളതാണ് എടുത്തു പറയുന്നത്. ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈനിക സഖ്യത്തെ ഒരേ സമയം നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഇറാൻ ഉണ്ടാകുന്നത്. അവരെ സഹായിക്കാനായി ആര് മുന്നോട്ട് വരുമെന്ന ചോദ്യം അവിടെ ഉയർന്നു കേൾക്കുകയാണ്. ആധുനിക യുദ്ധചരിത്രത്തിലെ തന്നെ ഏറ്റവും അത്ഭുതകരമായ ഒരു നീക്കമായി അതിനെ വിശേഷിപ്പിക്കാം. ഇവിടെ യുദ്ധം നടക്കുന്നത് കേവലം രാജ്യങ്ങൾ തമ്മിലല്ല, മറിച്ച് വ്യത്യസ്തമായ 3 സൈനിക ദർശനങ്ങൾ തമ്മിലാണ്. പശ്ചിമേഷ്യയിലെ ഈ സംഘർഷ ഭൂമിയിൽ അമേരിക്ക, ഇറാൻ, ഇസ്രയേൽ 3 സൈനിക ശക്തികളും ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. മിന്നൽ വേഗത്തിൽ പാഞ്ഞെടുക്കാൻ കഴിയുന്ന ഇസ്രയേലിന് അപ്രമാദിത്വം കൊണ്ട് നിൽക്കുന്ന അമേരിക്കയ്ക്ക് ഇറാന്റെ ഉരുക്കുകോട്ടയെ തകർക്കാൻ കഴിയുമോ? ഇതാണ് ഉറ്റുനോക്കുന്നത്. ഇസ്രയേലിൻ്റെ സൈനിക ദർശനം അവരുടെ എലൈറ്റ് യൂണിറ്റ് ആയിട്ടുള്ള സൈററ്റ് മട്കലിൻ്റെ പ്രവർത്തന ശൈലിയിൽ അധിഷ്ഠിതമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ശത്രുവിനെ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് വളരെ കൃത്യതയോടെ അതിശക്തമായ പ്രഹരം നൽകുക എന്ന ഒരു തന്ത്രപരമായ രീതിയാണ് അവർ ആവിഷ്കരിക്കുന്നത്. അത്യാധുനിക ഇന്റലിജൻസ് സംവിധാനങ്ങളുടെ അകമ്പടിയോടെ നടത്തുന്ന സർജിക്കൽ റെയ്ഡുകളും കൃത്യമായ ടാർഗറ്റുകളെ ഇല്ലാതാക്കുന്ന മിന്നൽ ആക്രമണങ്ങളുമൊക്കെ ഇസ്രയേലിൽ നിന്ന് വലിയ മേധാവിത്വം നൽകുകയാണ്. പക്ഷേ ശത്രുവിൻ്റെ ചിന്തയെ തകർക്കാനോ ദീർഘകാലാടിസ്ഥാനത്തിൽ ഒരു രാജ്യത്തെ കീഴടക്കാനോ ഈ ആക്രമണങ്ങളിലൂടെ കഴിയില്ല. സൈന്യത്തെ തോൽപ്പിക്കാൻ കഴിയുമായിരിക്കും, പക്ഷേ അവരുടെ ചിന്താധാരയെ ഇല്ലാതാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇസ്രയേലിനെ സംബന്ധിച്ച് ഇത്രയധികം കാലമായിട്ടുമുള്ള ഒരു വെല്ലുവിളി. ആ പോരാട്ടത്തിലേക്ക് ലോകശക്തിയായ അമേരിക്ക കൂടി കടന്നു വന്നപ്പോഴാണ് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമായത്.
അമേരിക്കയുടെ സൈനിക സാന്നിധ്യം എന്നത് ഒരു ഭീഷണിയല്ല, മറിച്ച് അവരുടെ കരുത്തിൻ്റെ ഒരു ഷോ ഓഫ് കൂടിയാണ്. ഗൾഫ് മേഖലയിൽ വിന്യസിച്ചിരിക്കുന്ന അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലുകളും സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റുകളും ആധുനിക മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും ചേർന്നുകൊണ്ടൊരു വലിയ സൈനിക ആസ്ഥാനം തന്നെയാണ് കടലിലൂടെ ഒഴുകി നടക്കുന്നത്. ഇറാനെതിരെ ഒരു ടെക്നോളജിക്കൽ വാർഫെയർ വെല്ലുവിളി ഉയർത്തി തന്നെയാണ് അമേരിക്ക നിലകൊള്ളുന്നത്. അങ്ങനെ വരുമ്പോൾ ഏറെ പിന്നിലേക്ക് പോകുന്ന ഇറാനെ സംബന്ധിച്ച് തിരിച്ചടിക്കുക എന്നതല്ലാതെ മറ്റു മാർഗങ്ങൾ അവർക്ക് മുന്നിലില്ല. ഉപരോധങ്ങളിലൂടെ ഇറാന്റെ ശ്വാസം മുട്ടിക്കുക, വൻതോതിലുള്ള സൈനിക വിന്യാസം വരെ അവരെ മാനസികമായി തളർത്തുക, ഇതൊക്കെ തന്നെയാണ് അമേരിക്കയുടെ ലക്ഷ്യം. ഒരു സമ്പൂർണ്ണ യുദ്ധമുണ്ടായാൽ ആകാശത്തും കടലിലും തങ്ങൾക്കുള്ള അപ്രമാദിത്വം ഉപയോഗിച്ചുകൊണ്ട് ഇറാന്റെ അടിസ്ഥാന സൗകര്യങ്ങളെ നിമിഷ നേരം കൊണ്ട് തകർക്കാൻ തങ്ങൾക്ക് കഴിയുമെന്ന് അമേരിക്ക പറയുന്നു. ഈ രണ്ട് വമ്പൻ ശക്തികളെയും ഒരുപോലെ തന്നെ ഇറാൻ നേരിടേണ്ടി വരും, വളരെ വ്യത്യസ്തമായ പ്രതിരോധ സംവിധാനത്തിലൂടെ. ഇസ്രയേലിന്റെ വേഗതയ്ക്കോ അമേരിക്കയുടെ സാങ്കേതിക വിദ്യയ്ക്കോ ഒന്നും തന്നെ കീഴ്പ്പെടാൻ തങ്ങൾ തയ്യാറല്ല എന്ന് പറയുന്നു ഇറാൻ. എന്നാൽ ഇറാന്റെ ഉള്ളിൽ തന്നെയുള്ള ഏറ്റവും കരുത്തുറ്റ പ്രതിരോധ തന്ത്രം മറ്റൊന്നാണ്. ഇസ്ഫഹാനിലെയും നതാൻസിലെയും കിലോമീറ്ററുകൾ താഴ്ചയുള്ള ഭൂഗർഭ നഗരങ്ങളിൽ ഒരു വലിയ കമനീയമായ മിസൈൽ ശേഖരം, ഡ്രോണുകളുടെ ഒരു വലിയ സാമ്രാജ്യം തന്നെ ഇറാൻ പടുത്തുയർത്തി കഴിഞ്ഞു. അമേരിക്കയോ ഇസ്രയേലോ കരുതുന്നതിലും ഏറെ അപ്പുറത്തേക്ക് തങ്ങളുടെ പക്കൽ എന്താണോ ഉള്ളത് അതിൻ്റെ വിശാലമായൊരു ശേഖരം തന്നെ അവർ ഉയർത്തിയിരിക്കുന്നു. വേഗതയും സാങ്കേതിക വിദ്യയും തങ്ങൾക്ക് വളരെ കുറവാണെങ്കിൽ തങ്ങളാൽ കഴിയുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ ഏറ്റവും കൂടുതലായി അവർ നിർമ്മിച്ചിരിക്കുന്നു. അമീർ ഖത്താമി പറഞ്ഞതുപോലെ ഒരു രാജ്യത്തിൻ്റെ മണ്ണിൽ ഉറച്ചുപോയ ശാസ്ത്രത്തെയും അറിവിനെയും ബോംബുകൾ കൊണ്ട് ഒരു കാലത്തും ഇല്ലാതാക്കാൻ ആർക്കും കഴിയില്ല. വൻ ശക്തികൾ ഒന്നിച്ചാക്രമിച്ചാൽ പോലും തങ്ങൾക്ക് പിടിച്ചു നിൽക്കാനല്ല, മറിച്ച് തകർക്കാൻ വരുന്നവരുടെ മണ്ണിലേക്ക് തിരിച്ചടിക്കാനുള്ള കരുത്തുണ്ടെന്ന് ഇറാൻ ഇതിനോടകം തെളിയിച്ചു കഴിഞ്ഞു. അമേരിക്കയ്ക്ക് കൂടി ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. ആയുധങ്ങൾ തമ്മിലുള്ള പോരാട്ടമായിട്ടല്ല, മറിച്ച് അടിച്ചമർത്താൻ ശ്രമിക്കുന്ന വൻ ശക്തികൾക്ക് ആയുധബലം കൊണ്ട് താഴേക്ക് വലിച്ചിടാൻ നോക്കുന്നവർക്ക് അതിജീവനത്തിൻ്റെ ഒരു ആത്മവീര്യം നൽകുന്ന ഒരു പോരാട്ട പാത കാണിക്കുന്ന ഒരു നീക്കം തന്നെയാണ് ഇറാൻ നടത്തുന്നത്. ഒരു ഭാഗത്ത് ഖുദ്സ ഫോഴ്സും ഏറെ ശക്തമായൊരു ശൃംഖല കൂടിയാണ്. IRGCയുടെ ഭാഗമായിട്ടുള്ള ഈ സേന യുദ്ധങ്ങളിലും പ്രോക്സി സഖ്യങ്ങളിലൂടെയും ഒക്കെ തന്നെ പല രീതിയിലുള്ള ആക്രമണം ഘടിപ്പിച്ചേക്കും. ഹൂതികൾ അതിനുള്ള ഒരു ഉദാഹരണം തന്നെയാണ്. സിറിയ, ലബനൻ, ഇറാഖ് തുടങ്ങിയ മേഖലകളിലൊക്കെ തന്നെ ഇവരുടെ പ്രോക്സി ശൃംഖല ഏറെ വിപുലമാണ്. ഒരു പരിധിവരെ തകർക്കപ്പെട്ടെങ്കിൽ പോലും തിരിച്ച് വീണ്ടും ഹിസ്ബുള്ളയും അതുപോലെ ഹൂതികളും ഒക്കെ തന്നെ കടന്നു വരുന്നൊരു കാഴ്ച നമുക്ക് കാണേണ്ടി വരും. ഇറാനെ ഒരു മൾട്ടി ഫ്രണ്ട് ശക്തിയാക്കി മാറ്റുകയാണ് ഈ മേഖലയിലൊക്കെ തന്നെ. ഇസ്രയേൽ ഗുണനിലവാരത്തെ മുൻനിർത്തി അവരുടെ ആക്രമണ പരമ്പര മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇറാൻ ആഴത്തെയും സഹിഷ്ണുതയെയും ഒക്കെ തന്നെ ആയുധമാക്കി ജനങ്ങളുടെ വികാരത്തെ കൂടുതൽ ആളിക്കത്തിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇസ്രയേൽ ഉയർന്ന സാങ്കേതിക വിദ്യയും തത്സമയ ഇന്റലിജൻസുകളെയും ഒക്കെ തന്നെ ആശ്രയിച്ച് മുന്നോട്ട് കുതിക്കുമ്പോൾ ഇറാൻ റോക്കറ്റ് ബരേജുകൾ, ഡ്രോൺ കൂട്ടങ്ങൾ, വിതരണ വികേന്ദ്രീകൃത ആയുധ വ്യവസ്ഥ എന്നിവയൊക്കെ തന്നെ ഉപയോഗിച്ചുകൊണ്ടുള്ള സമ്മർദ്ദം സൃഷ്ടിച്ചുള്ള ഒരു ആക്രമണം തന്നെയാണ് നടത്തുന്നത്. ഭൂമിശാസ്ത്രപരമായും പ്രാദേശിക നിയന്ത്രണത്തിലൂടെയും ഒക്കെ തന്നെ ഇറാന് മേൽക്കൈ ഉണ്ടാകുന്ന മേഖലകളുണ്ട്. ഹോർമുസ് കടലിടുക്കിൽ പോലും ഇറാന്റെ തന്ത്രങ്ങൾ ഏറെ അനുകൂലമാകുമെന്ന് പറയുന്നതിൻ്റെ കാരണവും ഇതാണ്.